ഹായ് വണ്ടർഫുൾ പാരൻസ്, ഞാൻ ഡോക്ടർ ശ്രുതി, പീഡിയാട്രീഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലെ ഓയിൽ മസാജിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ പീഡിയാട്രീഷ്യൻസ് അല്ലെങ്കിൽ ശിശുരോഗ വിദഗ്ധർ ഓയിൽ മസാജ് കൊടുക്കാൻ പറയുന്നത്? എസ്പെഷ്യലി നവജാത ശിശുക്കളിലൊക്കെ പറയാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിന് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ ഓയിൽ മസാജ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വോംത് അല്ലെങ്കിൽ ചൂട് കിട്ടുകയും അതുവഴി കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു, വെയിറ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓയിൽ മസാജ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോളിൻ്റെ അളവ് കുറയുകയും അവർക്ക് സ്ട്രെസ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഓയിൽ മസാജ് ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കണം അല്ലേ? അപ്പോൾ എങ്ങനെയുള്ള ഓയിലുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ഏതൊക്കെ ഓയിലുകളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ മലയാളികൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കോക്കനട്ട് ഓയിൽ. അപ്പം കോക്കനട്ട് ഓയിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഓയിൽ മസാജിന് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സിന്തറ്റിക് ഓയിലുകളും മിനറൽ ഓയിലുകളും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മസാജ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഉപയോഗിക്കാൻ പാടില്ലാത്ത എണ്ണകൾ ഏതൊക്കെയാണ്? ഒലീവ് ഓയിൽ വളരെ വലിയൊരു മിഥ്യാധാരണയാണ് അല്ലേ? ഒലീവ് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല വെളുത്ത് തുടുത്തു വരുമെന്നൊക്കെ. തുടുത്തു വരില്ല, പക്ഷെ ചുവന്ന് തടിച്ചു വരാൻ സാധ്യതയുണ്ട്. കാരണം ഒലീവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്കിൻ ബാരിയർ ഡിസ്റപ്റ്റ് ചെയ്ത് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവുകയും അതുപോലെ എരിത്തീമ അഥവാ സ്കിന്ന് ചുവന്ന് തടിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഒലീവ് ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല, ബിഗ് നോ. രണ്ടാമത്തത് മസ്റ്റേർഡ് ഓയിൽ അഥവാ കടുകെണ്ണ. ഇതും കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഇറിറ്റന്റ് അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ്, എപ്പോഴൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓയിൽ മസാജ് കൊടുക്കാൻ നല്ലത്? ഏതെങ്കിലും പ്രത്യേകിച്ച് സമയമുണ്ടോ? ഇങ്ങനെയൊക്കെ. ഈ ചൂട് സമയത്തൊക്കെ, യൂഷ്വലി വേനൽക്കാലത്തൊക്കെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കുഞ്ഞു കുഞ്ഞു ചൂട് കുരുക്കളൊക്കെ വരും അല്ലേ? അപ്പോൾ ഈ സമയത്ത് ഓയിൽ മസാജ് ഉറപ്പായിട്ടും കൊടുക്കാൻ പാടില്ല. ഡോണ്ട് ഗിവ് ഓയിൽ മസാജ് ഡ്യൂറിങ് സമ്മർ സീസൺ. ഇപ്പം കൊടുക്കുകയാണ് നിങ്ങൾ സമ്മർ സീസണിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് കുരുക്കളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ മസാജ് കൊടുക്കാം. ബെറ്റർ ആ സമയത്ത് കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്നതിന് മുന്നേ ഓയിൽ മസാജ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ തണുത്ത കാലത്ത് അല്ലെങ്കിൽ വിന്റർ സീസണിലൊക്കെ ഓയിൽ മസാജ് കൊടുക്കാൻ പറ്റിയത് സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുളിപ്പിച്ചതിന് ശേഷമായിരിക്കും. Hope this video was useful for you. For more such videos, please do like.